സത്യസന്ധതയാണ് എല്ലാ രംഗത്തും എപ്പോഴും ആവശ്യമായിരിക്കുന്നത്. ഗുപ്തമായ ലക്ഷ്യങ്ങളുമായി ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും ആർക്കും നിലനിൽക്കുന്ന പ്രയോജനം ചെയ്യില്ല എന്ന് മറക്കരുത്. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ കത്താണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ഫിലിപ്പിയിലെ തൻ്റെ വിശ്വാസികളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അവിടുന്ന് തന്നെ തികയ്ക്കുമെന്ന് പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിതാവ് എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ ക്രിസ്തുയേശു പറഞ്ഞത് നമ്മൾ കാണുന്നു. നമ്മെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവിടുന്ന് അത് നിവർത്തിക്കും. ഫിലിപ്പി സഭ ആത്മീയമായി സമ്പന്നരായി തീരുവാൻ വേണ്ടിയുള്ള വിശുദ്ധ പൗലോസിൻ്റെ പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തകളുടെ തുടക്കം. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളുമായി ഇതിനെ തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ ആത്മീയ ദാരിദ്ര്യത്തിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മൾ വേറെങ്ങും പോകേണ്ടി വരികയില്ല. എന്നാൽ ഈ ആത്മീയ ദാരിദ്ര്യം ജഡീക പ്രവൃത്തികളുടെ ആധിക്യത്തിലേക്ക് സഭയെ നയിക്കുമെന്ന അപകടകരമായ അവസ്ഥ നാം മറന്നുകൂടാ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 10 മുതൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പി ലേഖനമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിയും. ഇന്ന് 10 മുതലുള്ള വാക്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുകയാണ്. 10-ാം വാക്യം: നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. വിശദീകരണം ആവശ്യമായ വേറൊരു വാക്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. വിവിധ വിഷയമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്നത്രേ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതവുമായി ഇതിന് ബന്ധമുണ്ട് എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. 2 അതിലധികമോ പാത മുമ്പിൽ കാണുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഒരു തീരുമാനം എടുക്കേണ്ടതായി വന്നു ചേരുന്നില്ലേ? ഏത് പാതയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അത് പറഞ്ഞു തരുവാൻ ദൈവം ഒരു ദൂതനെ നമ്മുടെ അടുത്തേക്ക് അയക്കുകയോ ചുവന്നതോ പച്ചയോ ആയ എന്തെങ്കിലും ലൈറ്റ് കത്തിച്ച് അടയാളം കാണിച്ചു തരികയോ ചെയ്യുകയില്ല. നമ്മുടെ വിവേചനാശക്തി നാം ഉപയോഗിക്കണം. ഇത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. അതിനാൽ വ്യത്യസ്തമായ കാര്യങ്ങളിൽ നാം പരിശോധിച്ചറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് വാസ്തവത്തിൽ ദൈവം നമ്മെ നടത്തുന്നത്. നിങ്ങൾ നിർമ്മലന്മാർ ആകേണ്ടതിന് എന്ന് നാം വായിച്ചല്ലോ. പരമാർത്ഥമായ എന്നർത്ഥമുള്ള വാക്ക് ലത്തീൻ ഭാഷയിൽ സിൻസറസ് എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ അർത്ഥം മെഴുകില്ലാത്തത് എന്നാണ്. ഈ റോമാക്കാർ ലോകശക്തിയായി തീർന്നപ്പോൾ അവർ ശക്തന്മാരും മൃഗീയരുമായ ആളുകളായിരുന്നു. ഗ്രീസിലെ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന സംസ്കാര സമ്പന്നമായ പ്രതിമകളും മറ്റും അവർ നശിപ്പിച്ചു കളഞ്ഞു. ഏഷ്യ മൈനറിലെ പട്ടണങ്ങളിൽ ഇന്നും അതിൻ്റെ തെളിവുകൾ നമുക്ക് കാണുവാൻ കഴിയും. റോമാക്കാർ അവരുടെ സംസ്കാരത്തിൽ അഭിവൃദ്ധിപ്പെട്ടപ്പോൾ അവർക്ക് ഈ പ്രതിമകളോട് വളരെയേറെ കമ്പമുണ്ടായി. അവർ ഉടഞ്ഞുപോയതും നശിപ്പിക്കപ്പെട്ടതുമായ പ്രതിമകൾ ശേഖരിക്കുവാൻ തുടങ്ങി. അവയിൽ പലതും പൊട്ടിയതായിരുന്നു. ഒരു പ്രതിമയിൽ പൊട്ടലോ വിള്ളലോ ഉണ്ടായിരുന്നാൽ അവിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ അതിൽ മെഴുക് നിറയ്ക്കും. പിന്നീട് അത് കാണുന്ന ആർക്കും തന്നെ അത് പൊട്ടിയതായി തോന്നുകയില്ല. അനന്തരം അവൻ അതിനെ യാതൊരു കുഴപ്പവുമില്ലാത്ത യഥാർത്ഥ ഒരു പ്രതിമയായി വിൽക്കുന്നു. സംശയമില്ലാത്തൊരു വ്യക്തി അത് വന്ന് വാങ്ങി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും തൻ്റെ പൂന്തോട്ടത്തിൽ അത് വെക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം
വെയിലിൻ്റെ ചൂടടിക്കുമ്പോൾ അവൻ പ്രതിമയെ നോക്കുവാൻ തോട്ടത്തിൽ ചെല്ലുമ്പോൾ ആ മനോഹരമായ പ്രതിമയിൽ ഒരു വിള്ളൽ കാണുകയും ആ വിള്ളലിൽ കൂടി മെഴുകുരുകി വീഴുന്നത് അവൻ ശ്രദ്ധിക്കുകയും ചെയ്യും. അതിനുശേഷം സത്യസന്ധരായ മാന്യരായ കച്ചവടക്കാർ തങ്ങളുടെ പ്രതിമകളിന്മേൽ സിൻസറസ്, അതായത് മെഴുകില്ലാത്തത് എന്ന വാക്ക് എഴുതി വെക്കുവാൻ തുടങ്ങി. അഥവാ അതൊരു കുഴപ്പവുമില്ലാത്ത പൂർണ്ണ പ്രതിമയാണെന്നും അതിനകത്ത് പൊട്ടലും വിള്ളലും ഒന്നുമില്ലെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു എന്നർത്ഥം. വിശുദ്ധ പൗലോസ് പറയുന്നത് ഒരു തട്ടിപ്പുകാരനായിരിക്കരുത്, വ്യാജമാകരുത്, യഥാർത്ഥമാകട്ടെ, ആത്മാർത്ഥതയോടെ ആകട്ടെ, സത്യസന്ധമാകട്ടെ എന്നത്രേ. കഴിഞ്ഞ വാക്യത്തിൽ ചേർത്ത് നാം ഇത് ചിന്തിച്ചാൽ ഇപ്രകാരമാകും അത്: സ്തോത്രവും ഹല്ലേലൂയായും പറഞ്ഞ് കാണുന്നവരുടെ എല്ലാം പുറത്ത് തട്ടി നടക്കുകയും നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ട് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിക്കഴിയുമ്പോൾ അവരുടെ പുറകിൽ കത്തി കടത്തുവാൻ ഒരുങ്ങരുതെന്ന്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അണപ്പല്ലുകൊണ്ട് ഞറമ്മുമ്പോൾ മുൻപല്ലുകൊണ്ട് ചിരിച്ചു കാണിക്കരുതെന്ന് സത്യസന്ധരായിരിക്കുവാൻ പൗലോസ് പറയുന്നു. നിങ്ങൾ നിർമ്മലന്മാരാകേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം കപടമില്ലാത്തവർ, മെഴുകില്ലാത്ത പ്രതിമയെപ്പോലെ ആയിരിക്കണം എന്നത്രേ. പരമാർത്ഥതയുള്ളവരും യാഥാർത്ഥ്യബോധമുള്ളവരുമായിരിക്കുക എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് വീണ്ടും പറയുന്നു, ഇടർച്ചയില്ലാത്തവരും കുറ്റം ഇല്ലാത്തവർ. ഈ തർജ്ജമയായിരിക്കും ഏറ്റവും ഉത്തമമായത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആർക്കെങ്കിലും ഇടർച്ചയുണ്ടാകാത്ത വിധത്തിൽ ക്രിസ്തുജീവിതം നയിക്കുന്നതിനോ ദൈവവചനം പ്രസംഗിക്കുന്നതിനോ നമുക്ക് ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പൗലോസിൻ്റെ പ്രസംഗം മൂലം ജനങ്ങളുടെ ഇടയിൽ ഇടർച്ചയുണ്ടായി എന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ട് എത്ര ക്രിസ്തുവിശ്വാസികൾ വചനം പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ദൈവവചനം പ്രസംഗിക്കുന്നു എങ്കിൽ അവിടെ ഇടർച്ചയുണ്ടാകും. അതിനാൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതത്രേ, പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി. ക്രിസ്തീയ ജീവിതവും തിരുവചന ഘോഷണവും ആർക്കെങ്കിലും ഇടർച്ച വരുത്താതിരിക്കുകയില്ല. ഞാൻ നേരത്തെയൊക്കെ ചിന്തിക്കുമായിരുന്നു, എവിടെ പ്രസംഗിച്ചാലും എപ്പോൾ പ്രസംഗിച്ചാലും കേൾക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുന്ന വിധത്തിലായിരിക്കണം എൻ്റെ പ്രസംഗമെന്ന്. കർത്താവ് നല്ലവനാണ്, വാക്കുമാറാത്തവനാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഈ വിധത്തിലുള്ള ചിന്തകൾ ഇത് കേട്ടാൽ മനുഷ്യർക്ക് എന്ത് സന്തോഷമാണെന്നോ. എന്നാൽ രൂപാന്തരം അതുകൊണ്ട് ആരിലും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരിലെ അപാകതകളെ ചൂണ്ടിക്കാണിക്കുവാൻ എന്നെ പഠിപ്പിച്ചത്. തെറ്റുകൾ അംഗീകരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ, പ്രത്യേകിച്ച് സാത്താന്. എന്നാൽ വിശ്വാസികൾ കുറ്റമില്ലാത്തവരായിരിക്കണം എന്നത്രേ പൗലോസ് പറയുന്നത്. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ അപവാദങ്ങൾ പറയും എന്നതിൽ സംശയമില്ല, എന്നാൽ അത് ശരിയായിരിക്കരുത് എന്ന് മാത്രം. നമുക്ക് കുറ്റമില്ലാത്തവരായിരിക്കാൻ കഴിയും, എന്നാൽ ഇടർച്ചയില്ലാത്തവരായിരിക്കാൻ കഴിയുകയില്ല. ക്രിസ്തുവിൻ്റെ നാളിലേക്ക് എന്ന് നാം വായിച്ചല്ലോ, തൻ്റെ ജനത്തെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമത് വരുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാം മധ്യാകാശത്തിലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഈ ലേഖനത്തിലെ രണ്ടാമത്തെ സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ വെളിച്ചത്തിൽ ഒരു ദൈവ പൈതൽ എല്ലായ്പ്പോഴും ആ ചിന്തയോടുകൂടെ വേണം നടക്കേണ്ടത്. ഇനിയും 11-ാം വാക്യം എടുത്താട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. നീതിഫലം എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാം. ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഫലം പുറപ്പെടുവിക്കും. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം എന്നിങ്ങനെ വിശുദ്ധ പൗലോസ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെയും ചിന്ത.
ഇനി നമുക്ക് 12-ാം വാക്യത്തിലേക്ക് വരാം. ബന്ധനങ്ങളും പീഡനങ്ങളും സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് കാരണമായി തീരുന്നു എന്നതാണ് ഇവിടുത്തെ വിഷയം. 12-ാം വാക്യം ഞാൻ വായിക്കട്ടെ. സഹോദരന്മാരെ, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായും ശക്തമായും അവരോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. പൗലോസ് കാരാഗ്രഹത്തിലാണെന്ന വസ്തുത ഫിലിപ്പിയിലെ വിശ്വാസികൾ കേട്ടപ്പോൾ അവർ തങ്ങളുടെ ശുശ്രൂഷകനായ എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്തയച്ചു. 13-ാം വാക്യം, എൻ്റെ ബന്ധനങ്ങളെ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കൈസരുടെ അരമനയെക്കുറിച്ചാണ്. റോമ കൈസരുടെ അരമന. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോട് കൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. പൗലോസിനെ റോമൻ പടയാളികളിൽ ഒരാളോടൊപ്പം ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അവർ കൈസരുടെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. പൗലോസിൻ്റെ മാനസാന്തര സമയത്തും യേശുക്രിസ്തു അവനോട് പറഞ്ഞത് ഇതുതന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഞാനിന്ന് വായിക്കാം. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഇതുവരെയും പൗലോസ് റോമൻ സാമ്രാജ്യത്തിലെ സാധാരണക്കാരായ ആളുകളുടെ അടുക്കിലേക്കാണ് സുവിശേഷവുമായി കടന്നുപോയത്. ഇപ്പോൾ ഇതാ രാജകുടുംബാംഗങ്ങൾ തന്നോടുകൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇട്ടിട്ട് പോകാൻ പോലും സാധിക്കില്ല. ഓരോ 4 മണിക്കൂറും കഴിയുമ്പോൾ ഒരു കാവൽക്കാരൻ, ഒരു പടയാളിയെ മാറ്റി മറ്റൊരാളെ പൗലോസിനോടുകൂടെ ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്നു. ഈ 4 മണിക്കൂറുകൾ പൗലോസ് എങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്? ഒന്ന് ഊഹിക്കാമോ? വേറൊരു പടയാളി വരുന്നത് അവരിൽ ചിലർക്ക് സന്തോഷമായിരുന്നിരിക്കണം. കാരണം ഈ പൗലോസ് എന്ന മനുഷ്യൻ എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ ശ്രമിക്കുകയാണ് എന്ന് അവരിൽ ചിലരെങ്കിലും പറഞ്ഞു കാണും. അവരിൽ അധികം പേരും ക്രിസ്തുവിനെ അറിയുവാനിടയായി. സുവിശേഷം കൈസരുടെ ഭവനക്കാരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായി എന്ന് ചുരുക്കം. അധികാരസ്ഥാനങ്ങളിലും ദൈവത്തെ അറിയുന്ന ജനമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ റോമൻ ഗവൺമെൻറ്റിന് സംഭ്രമമായി എന്ന് പിന്നീട് തെർത്തുല്യൻ എന്ന ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്. പിൽക്കാലത്ത് അവരിൽ അധികം പേരും ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുകയാണ് ചെയ്തത്. തൻ്റെ ബന്ധനം സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് തടസ്സമായിട്ടില്ല. അതുമൂലം കൈസരുടെ ഭവനക്കാരിലും സുവിശേഷം എത്തുവാൻ കാരണമാകുകയാണ് ചെയ്തത് എന്ന് ആദ്യമായി പൗലോസ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. പൗലോസിൻ്റെ കാരാഗ്രഹവാസം കൈസരുടെ ഭവനക്കാരോട് സുവിശേഷം അറിയിക്കുന്നതിന് കാരണമായി എന്ന് മാത്രമല്ല, അതുമൂലം വേറൊരു കാര്യം കൂടി സാധ്യമായി. 14-ാം വാക്യം, സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ആദിമസഭയിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി പോകുവാൻ തയ്യാറുള്ള അനേകം ആളുകളുണ്ടായിരുന്നു. വിശുദ്ധ പൗലോസ് സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്കും കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഈ പൗലോസപ്പച്ചൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് അവരിൽ പലരും പറയുമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ അയോഗ്യരായി, ശരിക്ക് പഠിപ്പില്ലാത്തവരായി തങ്ങളെ തന്നെ കണ്ടിരുന്നു. തങ്ങൾ പൗലോസിനോളം കഴിവില്ലാത്തവരാണെന്ന് അവർ ചിന്തിച്ചിരുന്നു. പൗലോസ് തങ്ങളെക്കാൾ വളരെ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ കരുതിയിരുന്നു. എന്നാൽ റോമയിൽ സഭ സ്ഥാപിച്ചിടത്തെല്ലാം പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുന്നു എന്ന വിവരം ഒരു ദിവസം കേൾക്കുവാൻ ഇടയായി. ആ സഭകളിലൊക്കെയും ആളുകൾ ഇപ്രകാരം പറയുന്നത് കേൾക്കാമായിരുന്നു, നോക്കൂ, പൗലോസ് തടവിലാണ്, അവൻ ഇനിയും പ്രസംഗിപ്പാനായി പോകുവാൻ സാധ്യമല്ല, ഞാനതിന് തയ്യാറാണ്, ഞാനതിന് പോകുകയാണ്.
അതിൻ്റെ ഫലമായി അനേകം ആളുകൾ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇടയായി. നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് ആളുകൾ റോമൻ വീഥികളിൽ വീട് തോറും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടു. അതുകൊണ്ടത്രേ സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത്. പൗലോസ് സൂചിപ്പിച്ചിട്ടില്ലാത്ത മൂന്നാമതൊരു ഫലം കൂടി പൗലോസിൻ്റെ ബന്ധനം മൂലമുണ്ടായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തൻ്റെ എഴുത്തുകളുടെ പ്രാധാന്യം പൗലോസ് മനസ്സിലാക്കി കാണുകയില്ല. എന്നാൽ അവനെ തടവിലാക്കിയിരുന്നില്ലെങ്കിൽ നമുക്ക് കാരാഗ്രഹ ലേഖനങ്ങളായ എഫേസ്യ ലേഖനവും ഫിലിപ്പി ലേഖനവും കൊലോസി ലേഖനവും ഫിലോമോൻ്റെ ലേഖനവും ലഭിക്കുമായിരുന്നില്ല. അവ എല്ലാം തന്നെ മനോഹരങ്ങളായ ലേഖനങ്ങളാണില്ലേ? വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നില്ല എങ്കിൽ നമുക്കവ ലഭിക്കുമായിരുന്നില്ല എന്നത് സത്യമല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഉപദേശങ്ങൾ വേറെ വിധത്തിൽ നമുക്ക് നൽകപ്പെടുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഈ വഴിയാണ് ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കാരാഗ്രഹവാസത്തെക്കുറിച്ച് പറയുന്നത് അത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്നാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്തും ദയനീയമായ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇന്നും അത് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. 15-ാം വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. ക്രിസ്തുവിൻ്റെ സുവിശേഷം അസൂയയോടും പിണക്കത്തോടും കൂടെ പ്രസംഗിക്കുവാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. മറ്റെന്തിനേക്കാളും അധികം സുവിശേഷ പ്രസംഗത്തിന് മുറിവേൽപ്പിക്കുന്നത് അസൂയയും പിണക്കവും ആണെന്ന് പറയാതിരിപ്പാൻ തരമില്ല. ഈ ലേഖനത്തിൽ പല പ്രാവശ്യം പൗലോസ് അപ്പോസ്തലൻ അസൂയയും പിണക്കവും സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം കാണുന്നു. പൗലോസ് അപ്പോസ്തലനോടുള്ള പിണക്കത്തിലും പൗലോസ് അപ്പോസ്തലന് ലഭിക്കുന്നത് പോലെയുള്ള ഫലം ലഭിക്കാത്തതിനാലുള്ള അസൂയയും മൂലം സുവിശേഷം പ്രസംഗിക്കുന്ന പല ആളുകളും അന്ന് ഉണ്ടായിരുന്നിരിക്കാം. അതാണല്ലോ പൗലോസ് പറയുന്നത്. ഓരോ വിശ്വാസിക്കും ദൈവം വരം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അസൂയയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനുള്ള മാർഗം. നമുക്കെല്ലാവർക്കും ഒരേ വരമല്ല ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ലല്ലോ. ഒരു വരം ലഭിച്ചിട്ടുള്ള ചിലർ മറ്റ് വരം ലഭിച്ചിട്ടില്ലാത്ത ആളിനോട് അസൂയപ്പെടുന്നു എന്നതാണ് പ്രശ്നം. ഈ വരങ്ങളൊക്കെയും സ്നേഹത്തിലാണ് പ്രവൃത്തിപഥത്തിൽ വരുത്തേണ്ടതെന്ന് വിശുദ്ധ പൗലോസ് കൊരിന്തിലെ വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ളത് ഓർക്കുമല്ലോ. എല്ലാ വരങ്ങളും സ്നേഹത്തിലാണ് പ്രായോഗികമാക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന വരം സ്നേഹത്തോടെ പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ താങ്കൾ മറ്റുള്ളവരോട് അസൂയപ്പെടുകയില്ല, പ്രത്യേകിച്ചും ശുശ്രൂഷയിൽ. കൊരിന്തി ലേഖനത്തിൽ നാം വായിക്കുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല. ഞാൻ നിങ്ങളെ ആരെയും കാര്യമായി ഗണിക്കുന്നില്ല എന്ന് അസൂയ പറയുന്നു. അഹങ്കാരം അഥവാ നിഗളം പറയുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നാണ്. അസൂയയും നിഗളവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആ വകകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്ന് വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത് വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഒന്നും പുകഴുവാനില്ല, എല്ലാം ദാനമാണ്. പിണക്കം എന്നത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. യെറൂസ് എന്ന ഗ്രീക്ക് വാക്കാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കലഹമിളക്കി വിടുക, കോലാഹലം സൃഷ്ടിക്കുക എന്നൊക്കെയാണ്. പിശാചുക്കളുമായുള്ള ബന്ധത്തിലാണ് ഇത് പറയാറുള്ളത്. പിണക്കം ഇളക്കുക, ഇവ രണ്ടും ഇന്ന്
സഭയ്ക്ക് ഏറെ ഹാനികരമായ രണ്ട് കാര്യങ്ങളാണ്. മദ്യവും മയക്കുമരുന്നും സഭയ്ക്ക് പുറത്തുനിന്ന് ഹാനി വരുത്തുന്നതിനേക്കാൾ അധികം അസൂയയും പിണക്കവും സഭയ്ക്കുള്ളിൽ ഹാനി വരുത്തി വെക്കുന്നുണ്ട്. എന്നാൽ നല്ല മനസ്സോടെ സുവിശേഷം പ്രസംഗിക്കുന്ന ചിലരുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അത് സ്നേഹത്താൽ ചെയ്യുന്നു. 17-ാം വാക്യത്തിൽ നാം കാണുന്നു, മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അവർ ക്രിസ്തുവിനെ പരമാർത്ഥതയോടെ അല്ല പ്രസംഗിക്കുന്നത്. പൗലോസിനെ വിലയിടിച്ച് കാണിക്കുവാനായിരുന്നു അവരുടെ ശ്രമം. അവർക്ക് പൗലോസിനോട് അസൂയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവന് എതിരായി ഒന്നും തന്നെ പറയുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോഴാകട്ടെ പൗലോസ് കാരാഗ്രഹത്തിലാണ്. തൻ്റെ ഭാഗം വാദിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കുമ്പോൾ ഈ ആളുകൾ ഇറങ്ങി പുറപ്പെട്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. പൗലോസിനെതിരായി പല കാര്യങ്ങളും അവർക്ക് പറയുവാനുണ്ടായിരുന്നു. ഇവയത്രേ രണ്ട് കൂട്ടർ. പൗലോസിന് അവരോടുള്ള മനോഭാവം എന്തായിരുന്നു? 18-ാം വാക്യം, പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. ശരിയായ ഉദ്ദേശത്തോടെയോ നാട്യമായിട്ടോ ഏതു വിധമായാലും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം എന്നതാണ് വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സംഗതി. ചില അവസരങ്ങളിൽ അസൂയ കൊണ്ടും പിണക്കം കൊണ്ടും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇന്നും അപ്രകാരം യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം. എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ എല്ലാം നമുക്ക് സന്തോഷിക്കാവുന്നതത്രേ. ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആര് പ്രസംഗിക്കുന്നു എന്നതല്ല. ഇന്നും എവിടെല്ലാം സുവിശേഷം പ്രസംഗിക്കുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് സന്തോഷിക്കാവുന്നതത്രേ. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയിലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. ഇവിടെ രക്ഷ എന്ന വാക്കിൽ നിന്നും പൗലോസ് അർത്ഥമാക്കിയിരിക്കുന്നത് കാരാഗ്രഹത്തിൽ നിന്നുമുള്ള വിടുതലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്ന് ദൈവവചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം ദൈവജനങ്ങളോട് ആഹ്വാനം ചെയ്യേണ്ടതത്രേ. തനിയെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കയില്ലേ? ദൈവത്തിന് നമ്മുടെ കാര്യം അറിയില്ലേ? ഇത് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവരുടെ പ്രാർത്ഥനയാൽ താൻ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിക്കപ്പെടുമെന്ന് പ്രത്യാശിക്കുന്നു എന്നത്രേ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും എന്നുകൂടി പറയുന്നു. പ്രാർത്ഥനയിൽ കൂടി മാത്രമേ ആത്മാവിൻ്റെ സഹായം നമുക്ക് അനുഭവമാക്കുവാൻ സാധിക്കുകയുള്ളൂ. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാൽ ആകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഈ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യം ലജ്ജാകരമാകുവാൻ തനിക്ക് ആഗ്രഹമില്ല എന്നും താൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ നിൽക്കുമ്പോഴും ലജ്ജിപ്പാൻ ആഗ്രഹിക്കുന്നില്ല എന്നും വിശുദ്ധ പൗലോസ് പറയുന്നു. തൻ്റെ സഭയെ ചേർക്കുവാൻ ക്രിസ്തു വരുമ്പോൾ അവിടുത്തെ പ്രത്യക്ഷതയിൽ വിശ്വാസികൾ ലജ്ജിപ്പാനിടയുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ താൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 2:28 അത് സൂചിപ്പിച്ചിട്ടുണ്ട്. സകല വിശ്വാസികളും ആ കാര്യം പരിഗണിക്കേണ്ടതാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കുകയും അതേസമയം തന്നെ അവൻ്റെ വരവിന് വേണ്ടി തയ്യാറാകാത്തതുമായ അനേകം ആളുകളുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. അവർ രക്ഷിക്കപ്പെട്ടവരല്ലേ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. അതെ, അവർ രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അങ്ങനെയുള്ളവർ ലജ്ജിതരായിത്തീരും. അവരുടെ ജീവിതം സുവിശേഷത്തിന് അനുസ്യൂതം ആയിരിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിതനായി തീരുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തത്വമാണ്
ഈ 1-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. അടുത്ത വാക്യം ഈ അധ്യായത്തിൻ്റെ രത്നച്ചുരുക്കമാണ്. 21-ാം വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വം. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ലാഭം എന്ന് പറയുന്നത് അതിൻ്റെ ധാരാളമായ അവസ്ഥയാണ്. അതായത് ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ മരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ധാരാളമായ അളവ് പ്രാപിക്കുകയാണ് എന്നത്രേ നാം കാണുന്നത്. വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടെ ആയിരിക്കുക എന്നാണ് അർത്ഥം. അവനെ കൂടുതൽ കിട്ടുന്ന അനുഭവം. ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ ക്രിസ്തുവിനെ വാസ്തവമായി അനുഭവിച്ചറിയുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. ഇത് ഇന്നത്ര കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് ഞാൻ ശങ്കിക്കുന്നു. ജനങ്ങൾ പ്രതിഷ്ഠയെക്കുറിച്ചും ക്രിസ്തുവിനെ സേവിക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുവാൻ ആഗ്രഹിക്കും. എന്നാൽ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ് താങ്കളുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ അത്യാവശ്യമായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശക്തമായ സാക്ഷ്യം കൊടുക്കുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൂട്ടായ്മയുടെ ഫലമാണ് മറ്റെല്ലാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുക എന്നാൽ അവനോടുകൂടെ ആയിരിക്കുക എന്നാണ് അർത്ഥം. തനിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളാൽ പൗലോസ് ചഞ്ചലപ്പെടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ വ്രണപ്പെടുത്തുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരാളിനോട് ആർക്കെന്ത് ചെയ്യുവാൻ കഴിയും? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇത് ഉന്നതമായ ജീവിത നിലവാരമാണ്. അപ്രകാരമുള്ള ഒരു ജീവിതാനുഭവത്തിലേക്ക് ഉയർന്നു വരുവാനാണ് നാം താല്പര്യപ്പെടേണ്ടത്. അതെത്രയോ മഹത്വകരമായ കാര്യമാണ്. 22-ാം വാക്യത്തിൽ അവൻ പറയുന്നു, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഭാവിയെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് പോലെ പൗലോസിനും തൻ്റെ ഭാവിയെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഓരോ ദിവസവും എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് 23-24 വാക്യങ്ങളിൽ അവൻ പറയുന്നു, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ പോകുന്നതാണ് തന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് പൗലോസ് മനസ്സിലാക്കി. എന്നാൽ ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് അവനെ ആവശ്യമുള്ളതിനാൽ ജീവിച്ചിരിക്കുന്നതോ കർത്താവിനോട് കൂടെ പോകുന്നതോ ഏതാകുന്നു തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തനിക്കറിയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. 25-26 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തു യേശുവിൽ വർദ്ധിപ്പാനിടയാകും. പൗലോസ് ഒരു പ്രായോഗിക മനുഷ്യനാണ്. അവൻ ഇനിയും വേല ചെയ്യുവാനായിട്ടുണ്ട്. ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് പൗലോസിൻ്റെ ശുശ്രൂഷ ആവശ്യമുണ്ട്. കാരാഗ്രഹത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവരോടൊപ്പം ശുശ്രൂഷയിൽ മുൻപോട്ട് പോകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അതിന് അവസരം ലഭിക്കുമെന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ളവർ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കേണ്ടത് ആവശ്യമാകുന്നു എന്നാണ് അവൻ പറയുന്നത്. 27-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ. ഇവിടെ ജീവിത രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വെല്ലുവിളിയാണിത്. ക്രിസ്തു യേശുവിൻ്റെ സുവിശേഷത്തിന് അഭിമാനകരമായിരിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം. താങ്കളുടെ ജീവിതം അപ്രകാരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? അതിനായിട്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒന്നും സുവിശേഷത്തെയോ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയോ തടയുകയില്ല എന്ന് മാത്രമല്ല,
അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണെന്ന് ദൈവജനം തിരിച്ചറിയണമെന്ന് തൻ്റെ കാരാഗ്രഹ ഉപവാസം ചൂണ്ടിക്കാട്ടി വിശുദ്ധ പൗലോസ് തെളിയിക്കുകയാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവജനം ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കി അതിൽ മുന്നേറുകയാണ് വേണ്ടത്. പൗലോസിൻ്റെ കാരാഗ്രഹവാസം സുവിശേഷം കൈസരുടെ അരമനയിലെത്തുവാൻ കാരണമായി തീർന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ ധൈര്യപ്പെടുവാനും ക്രിസ്തുവിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാനും അവരെ പ്രാപ്തരാക്കി. ക്രിസ്തുവുമായിട്ടുള്ള തീവ്രമായ സ്നേഹബന്ധത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് മാത്രമേ വിശുദ്ധ പൗലോസിനെ പോലെയുള്ള ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമയാകുവാൻ കഴിയുകയുള്ളൂ. തൻ്റെ തീരുമാനങ്ങൾ എത്ര ദൃഢമായിരുന്നു എന്ന് നോക്കുക. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നുവെന്നാണ് താൻ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്തെങ്കിലും തത്വസംഹിതങ്ങളിൽ വിശ്വസിച്ചുള്ള ജീവിതമല്ല, മറിച്ച് ക്രിസ്തുവിനാൽ സ്വാധീനിക്കപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.